ക്ലാസ് 4. എടാ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഇതുവരെ നിങ്ങൾക്ക് നടന്ന എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നതാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. സോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ നോക്കിയാലോ. നമ്മൾ 2 പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട് കൂടി ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തോളൂ. നോക്കിക്കേടാ, നമ്മളവർക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. കിങ് വിദ്യാധര and Pinkala are standing in the garden. How is the garden? Where are the trees and flowers? Many things are absent. ആറാണ് ട്ടോ. Absent in the picture. Complete the picture and color it. Write the description of the picture. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ കിങ് വിദ്യാധരയും പിങ്കളയും അദ്ദേഹത്തിന്റെ ഗാർഡനിൽ നിൽക്കാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ. ഒരു വലിയ മാംഗോ ട്രീ ഉണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ട് അതിന് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ പിക്ചറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളോട് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പറഞ്ഞാണ്. ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാം? This is a picture of അല്ലെങ്കിൽ this picture shows, this picture is about. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. there is a big mango tree near the garden and അതുപോലെ തന്നെ there is lot of flowers and all the butterflies are all around എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. ഇത്രയേ ഉള്ളൂ നിങ്ങൾ പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യേണ്ടത്. ആ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നോ അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ നോക്കിയാലോ. in this picture King Vidyadhara is proudly showing Pinkala his beautiful palace garden. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ കിങ് വിദ്യാധരന്റെ പാലസ് ഗാർഡൻ പിങ്കളയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ. സോ there we can see a big mango tree with lots of mangoes. അവിടെ നമുക്ക് വലിയൊരു മാംഗോ ട്രീ കാണാം, അതിൽ ഒരുപാട് മാങ്ങകൾ കാണാം. and the garden is full of flowers. ആ ഗാർഡനിൽ മൊത്തം എന്തുണ്ട്? ഫ്ലവേഴ്സ് കാണാം. and butterflies ഉണ്ട്. and a big gate that protects the garden. ആ ഗാർഡനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഗാർഡൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഫുൾ ഓഫ് ഗ്രീനറി. ആ ഒരു ഗാർഡൻ മൊത്തം എന്താണ്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് അവിടെ മൊത്തം ഫുൾ ഓഫ് ഗ്രീനറി ആണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചെയ്യാം. സോ ഇതുപോലെ തന്നെ അടുത്തൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മുടെ സമ്മർ ഫെയർ ഗ്രൗണ്ടിൽ ഒരു കാഴ്ചയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ഐസ്ക്രീം മാൻ ഉണ്ട്, ബലൂൺ മാൻ ഉണ്ട്, ഒരു ഷോപ്പിൽ ബാങ്കിളൊക്കെ വിൽക്കുന്ന ടോയ്സ് ഒക്കെ വിൽക്കുന്ന ആളുണ്ട്, ഒരു വലിയ ജയന്റ് വീൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പിക്ചറിൽ കാണാം. ഇതിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? നമ്മുടെ ആൻസർ നോക്കിയാലോ. അറ്റ് എ സമ്മർ ഫെയർ ഗ്രൗണ്ട് we can see many exciting things അല്ലേ. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. there is a merry go round where children are riding. ആ ഒരു മെരി ഗോ റൗണ്ടിൽ ഇരുന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? റൈഡ് നടത്തുന്നുണ്ട്. and enjoying the fun. a bangle seller is displaying beautiful colorful bangles for people to buy അല്ലേ. ഇവിടെ ഒരു ബാംഗിൾസ് സെല്ലർ എന്തുണ്ട്? നല്ല മനോഹരമായിട്ടുള്ള വളകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. okay and nearby a balloon man is holding a bunch of colorful balloons. അതിന്റെ അടുത്തായിട്ട് ഒരു ബലൂൺ മാൻ നല്ല മനോഹരമായിട്ടുള്ള പല പല കളറിലുള്ള ബലൂൺസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ചിൽഡ്രൻ ആർ എക്സൈറ്റഡ്ലി ലുക്കിംഗ് അറ്റ് ദം. കുട്ടികളൊക്കെ അവരെ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത് അല്ലേ. സോ ഇതുപോലെ എൻ്റെ മക്കളോട് എന്ത് ചെയ്യും, പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചോദിക്കും. സോ ആദ്യം തന്നെ ഈ പിക്ചറിൽ എന്താ കാണുന്നത് എന്ന് പറയാം. എന്നിട്ട് അതിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, വണ്ടർഫുൾ പിക്ചർ അബൌട്ട് സമ്മർ ഫെയർ ഗ്രൗണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആൻഡ് ഒരു കുഞ്ഞ് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഒരു 5 or 6 സെന്റൻസിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് കിട്ടും. സോ പിക്ചർ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു യെല്ലോ ഹാർട്സ്, മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആണ്, യെല്ലോ ഹാർട്സ് കമന്റ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.